മറ്റൊരു വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ വീണ്ടും പുലിയിറങ്ങി. SH കോളേജിന് സമീപം കൃഷിത്തോട്ടത്തിലാണ് പുലിയെ കണ്ടത്. ജെയ്സൺ ചാമുളപ്പിലിന്റെ റിപ്പോർട്ട്. ചാലക്കുടിയെ വിടാതെ പിന്തുടരുകയാണ് പുലി. 24-ാം തീയതിയാണ് ചാലക്കുടി നഗരഹൃദയത്തിൽ ഏകദേശം സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് പുലിയെ കണ്ടത്. അതിനുശേഷം അവിടെ കൂടുവെച്ചു. ഇപ്പോൾ അത് അതിൽ നിന്നും അധികം ദൂരെയല്ലാതെ വീണ്ടും ഇന്ന് രാവിലെ 6:20 പുലിയെ കണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും സേക്രഡ് ഹാർട്ട് കോളേജിൻ്റെ കോമ്പൗണ്ടിൽ അവരുടെ കൃഷിഭൂമിയിലാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഏകദേശം 27 ഏക്കറോളം വരുന്ന ഭൂമിക്ക് ഉള്ളിലാണ് ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന രാധാകൃഷ്ണൻ എന്ന റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് രാധാകൃഷ്ണൻ എന്നയാൾ കണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ വീടിൻ്റെ പുറകുവശത്ത് നിന്ന് ഗ്രില്ലിനോട് ചേർന്നാണ് നിൽക്കുകയായിരുന്നു രാവിലെ. ആ ഗ്രില്ല് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഗ്രില്ലിൻ്റെ സമീപത്ത് നിൽക്കുകയായിരുന്ന രാധാകൃഷ്ണൻ കുടുംബവുമാണ് ഇപ്പുറത്ത് ഈ പറമ്പിലൂടെ പതുക്കെ പുലി നടന്നു പോകുന്നത് കണ്ടത്. ഉടനെ തന്നെ അവർ ആ ഗ്രില്ല് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമീപത്ത് തന്നെ അതും രാത്രികാലങ്ങളിലല്ല 6:20 പുലർച്ചെ രാവിലെയാണ് കണ്ടത് എന്നതാണ് ഏറെ ആശങ്കപ്പെടുന്ന കാര്യം. ഇപ്പോൾ കണ്ട രാധാകൃഷ്ണൻ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഒരു 6:20 സമയത്തിനുള്ളിലാണ് കണ്ടത്. നമ്മൾ കാലത്ത് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അടുക്കളയിൽ വന്ന് ഗ്രില്ലിൻ്റെ വന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ ശബ്ദം കേട്ടു. നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടത്. അപ്പോൾ സൈസ് ഉണ്ടാകും. അപ്പോൾ നല്ലൊരു വലിപ്പമുണ്ട്, വാലൊക്കെ നല്ല നീളം. അപ്പോൾ അതുകൊണ്ട് പുലിയെ പോലെയല്ല, പുലി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതുപോലെയാണ് കടന്നു പോയതും. ഇപ്പോൾ ഈ സമീപത്തുനിന്ന് ഇപ്പോൾ നടന്ന് നേരെ കോളേജ് കോമ്പൗണ്ടിൻ്റെ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോയാൽ തന്നെ അവരെ കോൺവെൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുള്ളൂ. അവിടെ ആ കാട് പിടിച്ചെടുക്കണം. അവിടെ അങ്ങോട്ട് ജനവാസമൊന്നുമില്ല. ഇന്ന് രാവിലെ 6:20 രാധാകൃഷ്ണൻ എന്നെ വിളിച്ച് ഇങ്ങനെ പുലിനെ കണ്ടതായിട്ടുള്ള വിവരം പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ ചാലക്കുടി DFOനെ വിളിച്ച് പറഞ്ഞു. DFO വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോട് എത്തി ഇവിടെ പരിശോധന നടത്തി. നമ്മൾ ഇന്ന് പുലിനെ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ 3-4 ദിവസം മുന്നേ കണ്ട ആ സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിപ്പോൾ രാത്രിയല്ല കാണുന്നത്, പകലാണ് കാണുന്നതാണ്. വെളുപ്പിന് സമയത്താണ് ഇപ്പോൾ 2 ദിവസം കണ്ടിരിക്കുന്നത്. ഒരു ദിവസം 4:50 കണ്ടെങ്കിൽ ഇന്ന് 6:20 ഉണ്ടാകുന്നത്. ഏതായാലും ഈ പരിസരം നിങ്ങളെ വിട്ടുപോയിട്ടില്ല. നിങ്ങളോട് സ്നേഹക്കൂടൽ പുലിക്കുണ്ടെന്ന് തോന്നി. ഈ പരിസരം ആരെ പക്ഷെ ഞങ്ങൾക്ക് ആ സ്നേഹം അങ്ങോട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെ ഇവനെ ഒഴിവാക്കി വിടാനാണ് ആഗ്രഹമുള്ളത്. ഏതായാലും പുലി പരിസരം വിട്ടുപോയിട്ടില്ല എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഏത് രാത്രികളിൽ ഏത് പകലുകളിലും പുലിയെ ആർക്കും കാണാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വനംവകുപ്പ് വലിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനി ഇവിടെയും കൂട് സ്ഥാപിക്കണം, ഇനി അടുത്ത സ്ഥലത്ത് കണ്ട് അവിടെയും കൂട് സ്ഥാപിക്കണം. ഇത്ര വലിയൊരു സാങ്കേതികമായ പ്രശ്നം കൂടി ഉയർന്നു വരുന്നുണ്ട്. വലിയ ആശങ്ക പങ്കുവെക്കുകയായിരുന്നു നാട്ടുകാർ. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.